ഡി മണി എന്ന മണി താനല്ല എന്നും തന്റെ പേര് MS മണിയാണെന്നും തന്നെ തെറ്റിദ്ധരിച്ച് SIT പോലീസ് അന്വേഷണ സംഘം തന്റെ അടുത്തേക്ക് എത്തിയതാണെന്നും തന്നെ സമൻസ് തന്ന് ചോദ്യം ചെയ്യാനായി സമൻസ് നൽകി തിരുവനന്തപുരത്തേക്ക് വരാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഈ മണി എന്ന വ്യക്തി അങ്ങനെ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. കാര്യം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് SIT അന്വേഷണ സംഘം ദിണ്ടിഗലിൽ ചോദ്യം ചെയ്ത മണിയാണ്, പ്രവാസി വ്യവസായി പറഞ്ഞ മണി എന്ന് കരുതിക്കൊണ്ടാണ് SIT അന്വേഷണ സംഘം ആ ചോദ്യം ചെയ്യൽ നടത്തിയത്. എന്നാൽ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ നീളുമ്പോഴും ഈ മണി എന്ന പേരുകാരനെ അല്ലെങ്കിൽ അന്വേഷണ സംഘം SIT അന്വേഷണ സംഘം ഡയമണ്ട് മണി എന്ന മണി ആണ് എന്ന് കരുതി ചെന്ന് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, തനിക്ക് സ്വർണ്ണ വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ല, താനൊരു റിയൽ എസ്റ്റേറ്റുകാരനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ഈ സ്വർണം മാറ്റിയെടുക്കാനായി നൽകിയിരുന്ന ആദ്യം കണ്ടിരുന്ന സ്പെക്ട്രം എന്ന ജ്വല്ലറി, സ്പെക്ട്രം എന്നാണോ പേര്, എനിക്ക് ആ പേരിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ ക്ഷമിക്കുക, അവിടെ സ്വർണ്ണ വ്യാപാരിക്ക് നൽകുമ്പോൾ ഗോവർദ്ധൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഈ വ്യാപാരത്തിൽ യാതൊരു പങ്കുമില്ല, താൻ ഇങ്ങനെയുള്ള ഒരാളല്ല എന്നും ഗോവർദ്ധൻ പറയുകയുണ്ടായി. ഗോവർദ്ധൻ ആ കള്ളം പറഞ്ഞത് ഇന്നിപ്പോൾ ഗോവർദ്ധൻ SIT പോലീസ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. അതുപോലെ തന്നെ തന്റെ പേര് ഡയമണ്ട് മണി എന്നല്ല, തന്റെ പേര് MS മണി ആണ് എന്ന് ഈ പറയുന്ന ബിരുദൻ, മണി എന്ന പേരുകാരനായി ബിരുദൻ മാധ്യമങ്ങളെയും പറ്റിക്കുന്നു, പോലീസുകാരെയും SIT അന്വേഷണ സംഘത്തെ പറ്റിച്ചോ എന്ന സംശയം ഇപ്പോൾ ഉണ്ടാകുന്നു. ബാലമുരുകൻ എന്ന തന്റെ സുഹൃത്തിന്റെ സിം താൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡയമണ്ട് മണി എന്ന് ഈ ഡയമണ്ട് മണി അല്ലെങ്കിൽ MS മണിയാണ് താൻ എന്ന് പറഞ്ഞ വ്യക്തി SIT അന്വേഷണ സംഘത്തിനോട് ഇറങ്ങുന്നതിന് പുറമെ അവര് ഈ പറയുന്ന വ്യക്തിയെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവ് SIT അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയപ്പോൾ പറഞ്ഞ SIT അന്വേഷണ സംഘം ചോദ്യം ചെയ്ത പ്രവാസിയോട് ഇദ്ദേഹത്തിന്റെ ചിത്രം കാണിക്കുമ്പോൾ, സർ ഇത് തന്നെയാണ് സർ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഡയമണ്ട് മണി, ഇവൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇയാൾ തന്നെയാണ്, അയാൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഡയമണ്ട് മണി ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം ഊറ്റി മാറ്റാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നിന്ന് വാങ്ങിയ ഗോവർദ്ധൻ SIT അന്വേഷണ സംഘത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ തന്റെ പേര് ഡയമണ്ട് മണിയല്ല, താൻ വെറും MS മണിയാണ് എന്ന് പറഞ്ഞ മണി തന്നെയാണ് ഡയമണ്ട് മണി എന്ന് പറയുമ്പോൾ ഈ പ്രവാസി വ്യവസായിയെ ഒന്നുകൂടി SIT അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും. ഈ പറയുന്ന ഡയമണ്ട് മണി ഇനി എങ്ങാനും മുങ്ങിയാൽ ഒരു വേള ഇത്തരത്തിൽ ഈ പറയുന്ന ഡയമണ്ട് മണിയെ അല്ലെങ്കിൽ MS മണി എന്ന് പറഞ്ഞ ബിരുദനെ അവരുടെ വക്കീൽ, അദ്ദേഹത്തിന്റെ വക്കീലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ മതി, ഈ കള്ളത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അതുപോലെ അന്വേഷണ സംഘത്തോട് ഈ ബിരുദൻ മൊഴി നൽകിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ പറയുന്ന ഡയമണ്ട് മണി കേരളത്തിലെ ഏതൊക്കെ അമ്പലങ്ങളിൽ നിന്ന് സ്വർണം പൊക്കി എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ പക്കൽ നിന്ന്, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിരിക്കുന്ന സ്വർണം, ഇപ്പോൾ പൂശിയിരിക്കുന്ന സ്വർണം ശരിയായ സ്വർണമാണോ, അല്ലെങ്കിൽ അവിടെ ഇനി ഏതൊക്കെ പഞ്ചലോക വിഗ്രഹങ്ങളിൽ നിന്ന് സ്വർണം കടത്തി, പഞ്ചലോക വിഗ്രഹങ്ങൾ അവിടുന്ന് കടത്തി, കൂടാതെ ഈ ഡയമണ്ട് മണി തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കളവ് നടത്താൻ നിശ്ചയിച്ചിരുന്നു എന്ന് പറയുന്നു. ഈ പ്രവാസി വ്യവസായി ഡയമണ്ട് മണിയുടെ പക്കൽ നിന്ന് നിരവധി ദേവവിഗ്രഹങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ കണ്ടു എന്ന് പറയുന്നു. ഏതായാലും ഡയമണ്ട് മണിക്കാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഭഗവാന്റെ സ്വർണം കട്ട് വിറ്റത് എന്നുണ്ടെങ്കിൽ ആ കട്ട് വിറ്റ ഈ ഡയമണ്ട് മണി ഏത് ഉന്നതനാണ് മറിച്ചു നൽകിയത് എന്ന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നമുക്കത് അറിയാൻ കഴിയും. കാര്യം ഡയമണ്ട് മണി SIT സംഘത്തെ പറ്റിച്ചു എന്ന് ഡയമണ്ട് മണി കരുതുന്നുണ്ടെങ്കിൽ
SIT സംഘത്തെ പറ്റിച്ചിട്ടില്ല. ഒരു വേള SIT സംഘം ആ അവസരത്തിൽ അവിടെ നിന്ന് മാറി എന്നുണ്ടെങ്കിൽ SIT സംഘത്തിന്റെ സറൗണ്ടിങ്സിൽ തന്നെ മണി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. മണിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. മണി എത്തുന്നതുവരെ SIT സംഘം കാത്തിരിക്കുമോ, അതോ മണിയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് ചോദ്യം ചെയ്യുമോ എന്ന കാര്യങ്ങളിൽ സ്വർണ്ണക്കൊള്ള ശബരിമല വിവാദത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സാധാരണ ഭക്തരുടെ ആകാംക്ഷ ഏറുന്നു.